ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 5-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. 8-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: ഞാനോ ദൈവത്തിങ്കിലേക്ക് നോക്കുമായിരുന്നു, എൻ്റെ കാര്യം ദൈവത്തിങ്കൽ ഏൽപ്പിക്കുമായിരുന്നു. തേമാന്യനായ എലീഫസ് ഇയ്യോബിനോട് പറയുന്ന വാക്കുകളാണ് നാം ഇവിടെ വായിച്ചു കേൾക്കപ്പെട്ടത്. ഇയ്യോബും എലീഫസും തമ്മിലുള്ള സംസാരവേളയിൽ ധാരാളം കാര്യങ്ങൾ ഇയ്യോബിനോട് എലീഫസ് ഓർപ്പിക്കുന്നുണ്ട്. അങ്ങനെ പറയുന്ന കാര്യങ്ങളുടെ ഇടയിൽ എലീഫസ് ഇയ്യോബിനോട് പറയുന്ന കാര്യമാണ് നാം ഇവിടെ വായിച്ചത്. താൻ ഇപ്രകാരം ഓർപ്പിക്കുകയാണ്: ഞാനോ ദൈവത്തിങ്കിലേക്ക് നോക്കുമായിരുന്നു, എൻ്റെ കാര്യം ദൈവത്തിങ്കൽ ഏൽപ്പിക്കുമായിരുന്നു. താൻ പറയുന്ന ഭാഗത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം ഇങ്ങനെ കാണുന്നു: എൻ്റെ കാര്യം ദൈവത്തിങ്കൽ ഏൽപ്പിക്കുമായിരുന്നു. ആ വാക്കുകൾക്കകത്ത് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ നൽകിയ ഒരു ആലോചന നിങ്ങളുമായിട്ട് പങ്കുവെപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. എലീഫസിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്: എൻ്റെ കാര്യം ദൈവത്തിങ്കൽ ഏൽപ്പിക്കുമായിരുന്നു. ദൈവാത്മാവ് തൻ്റെ വചനത്തിലൂടെ നിങ്ങളോട് ഓർപ്പിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ കാര്യം ദൈവത്തിങ്കൽ ഏൽപ്പിക്കുക. ദൈവത്തിൻ്റെ വചനത്തിലൂടെ കർത്താവ് ഓർപ്പിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ദൈവത്തിൽ ഏൽപ്പിക്കുക. ഏതെങ്കിലും മനുഷ്യൻ്റെ അടുക്കലല്ല നിങ്ങളുടെ കാര്യം ഏൽപ്പിക്കപ്പെടേണ്ടത്. നിങ്ങളുടെ കാര്യം ഏൽപ്പിക്കപ്പെടേണ്ടത് ദൈവത്തിലാകണമെന്ന് ഈ ഭാഗത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യം അതെന്ത് തന്നെയാണെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തോട് ഓർപ്പിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ കാര്യം ദൈവത്തിൽ ഏൽപ്പിക്കുക. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ദൈവത്തിൽ ഏൽപ്പിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ 9-ാമത്തെ വാക്യത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ആ ഭാഗത്തോട് ചേർത്ത് ഞാൻ ദൈവജനത്തോട് ഓർപ്പിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ദൈവത്തിൽ ഏൽപ്പിച്ചാൽ ദൈവം ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഞാൻ ഒന്നും കൂടെ ഇറക്കി പറഞ്ഞാൽ, ദൈവത്തിൽ നിങ്ങൾ ഏൽപ്പിക്കുന്ന കാര്യത്തിൽ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. വിശ്വാസത്തോടെ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കാര്യങ്ങൾ ദൈവത്തിൽ ഏൽപ്പിക്കുവാൻ തയ്യാറാകുക. നിങ്ങളുടെ കാര്യങ്ങൾ ദൈവത്തിൽ നിങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു, ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ആ കാര്യങ്ങൾക്കകത്ത് കർത്താവ് വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. ഞാൻ ഒന്നും കൂടെ വ്യക്തമാക്കിയാൽ, നിങ്ങളുടെ വിഷയങ്ങൾ, നിങ്ങളുടെ കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും, ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യമാകാം, വ്യക്തിപരമായ കാര്യങ്ങളാകാം, സഭയുടെ കാര്യങ്ങളാകാം, ശുശ്രൂഷപരമായ കാര്യങ്ങളാകാം, തലമുറകളുടെ കാര്യങ്ങളാകാം, ജോലി സംബന്ധമായ കാര്യങ്ങളാകാം, ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യങ്ങളാകാം, നിങ്ങൾ ആശങ്കയോടെ കാണുന്ന കാര്യങ്ങളാകാം. ദൈവാത്മനിയോഗത്തോടെ വചനത്തിൻ്റെ പിൻബലത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് ദൈവത്തിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ ഈ ദിവസങ്ങൾ ആ കാര്യങ്ങൾക്കകത്ത് ദൈവം ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുവാൻ പോകുകയാണ്. ഈ ദിവസങ്ങളിൽ വളരെ പ്രാർത്ഥനയോടെ, വളരെ വിശ്വാസത്തോടുകൂടെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ദൈവത്തിൽ ഏൽപ്പിക്കുക. സംശയമില്ലാതെ, ആശങ്കകൾക്ക് വകയില്ലാതെ ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് പറയട്ടെ, നിങ്ങളുടെ വിഷയങ്ങൾക്കകത്ത്, നിങ്ങളുടെ കാര്യങ്ങൾക്കകത്ത് കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. നിങ്ങളുടെ കാര്യങ്ങൾക്കകത്ത് അത്ഭുതങ്ങൾ കർത്താവ് വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. ഈ ദിവസങ്ങളിൽ നിശ്ചയമായും ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ഇത്തരത്തിലുള്ള വിടുതലുകൾ, ഇത്തരത്തിലുള്ള ദൈവപ്രവർത്തികൾ നിങ്ങളുടെ കാര്യങ്ങൾക്കകത്ത് വെളിപ്പെട്ടു വരും. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിച്ച് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നിങ്ങൾ
നിങ്ങളുടെ കാര്യങ്ങൾ ദൈവത്തിൽ ഏൽപ്പിച്ചാൽ ആരാഞ്ഞുകൂടാത്ത വൻ കാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും നിങ്ങൾ ഏൽപ്പിക്കുന്ന വിഷയത്തിൻ്റെ അകത്ത് ദൈവത്തിൽ നിന്നുണ്ടാകും. അത് നിങ്ങൾ കാണും, അത് നിങ്ങൾ അനുഭവിക്കും, അത് നിങ്ങൾ പ്രാപിക്കും. അതിന് നിങ്ങൾ ദൈവത്തിന് നന്ദി കരേറ്റും. അപ്രകാരമുള്ള ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ താമസമില്ല, വെളിപ്പെടും. അതിനായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.